everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 73rd lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing a problem on sales variances, and in this lecture, we are going to discuss about profit and loss variance and variance analysis. Profit and loss variance. Profit or loss variance is defined as the difference between the budgeted profit or loss and the actual profit or loss. അതായത് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് വേരിയൻസ് എന്ന് പറയുന്നത്. This will include the total of variances appropriate to standard cost of sales, the sales margin variances and variances due to any changes which have not been included in standard cost of production. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് വേരിയൻസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സെയിൽസിന് അപ്രോപ്രിയേറ്റ് ആയ വേരിയൻസ്, സെയിൽസ് മാർജിൻ വേരിയൻസസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന വേരിയൻസസ്, ഇത്രയും വേരിയൻസസിന് ടോട്ടൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് വേരിയൻസ് അനാലിസിസ് ആണ്. അനാലിസിസ് ഓഫ് വേരിയൻസസ് നമ്മൾ ഇതിനു മുൻപും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേരിയൻസ് അനാലിസിസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ടെക്നിക്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അസൈൻമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്സ്, കമ്പാരിസൺ ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ്സ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ വേരിയൻസസ്, അനാലിസിസ് ഓഫ് വേരിയൻസസ്. സോ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ എക്സസൈസിങ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നതിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ബിക്കോസ് വേരിയൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസസ് അനലൈസ് ചെയ്തിട്ടാണ് ആ വേരിയൻസസിൻ്റെ റീസൺസ് കണ്ടെത്തി അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് വേരിയൻസ് അനാലിസിസ്. It helps us in locating the cause and person responsible for a particular type of variance. ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേരിയൻസിൻ്റെയും കോസ് എന്താണ്, ഏത് പേഴ്സണാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ വേരിയൻസ് അനാലിസിസ് വഴി കഴിയുന്നു. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ വേരിയൻസും അതിൻ്റെ പോസിബിൾ കോസസും പേഴ്സൺ റെസ്പോൺസിബിളും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽസ് പ്രൈസ് വേരിയൻസിൻ്റെ പോസിബിൾ കോസസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ്. ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇന്നെഫിഷ്യൻറ്റ് ബൈയിങ്. ഇന്നെഫിഷ്യൻറ്റ് ബൈയിങ്ങിന് റെസ്പോൺസിബിൾ ആയ പേഴ്സൺ പർച്ചേസ് ഓഫീസറാണ്. തേർഡ് വൺ ഇസ് എമർജൻസി പർച്ചേസസ്. അതിന് റെസ്പോൺസിബിൾ ആയ പേഴ്സൺ പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ സെയിൽസ് മാനേജറാണ്. ഫോർത്ത് വൺ ഇസ് ലോസ് ഓഫ് ഡിസ്കൗണ്ട്. അതിന് റെസ്പോൺസിബിൾ ആയ പേഴ്സൺ അക്കൗണ്ട്സ് ഓഫീസറാണ്. ഫിഫ്ത്ത് വൺ ഇസ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇതൊരു അൺകൺട്രോളബിൾ കോസ് ആണ്. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് മെറ്റീരിയൽസ് യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽസ് യൂസേജ് വേരിയൻസിൻ്റെ പോസിബിൾ കോസസും പേഴ്സൺ റെസ്പോൺസിബിളും നോക്കാം. First one is excessive wastage and the person responsible is foreman. Second one is careless handling and the person responsible is storekeeper. Third one is poor quality of material and the person responsible is purchase officer. Fourth one is wrong specification and the person responsible is planning engineer. Fifth one is wrong mixture of materials and the person responsible is production manager. Sixth one is incorrect setting of materials and the person responsible is cost accountant. Third variance is rate of pay variance. Rate of pay variance in the possible causes person responsible നോക്കാം. First one is wrong grade of labor and the person responsible is foreman. Second one is general rise in wages and it is an uncontrollable cause. Third one is overtime for urgent work and the person responsible is production manager or sales manager. Fourth variance is labor efficiency variance. Labor efficiency variance in the possible causes person responsible നോക്കാം. First one is ineffective supervision and the person responsible is foreman. Second one is poor quality of materials and the person responsible is purchase officer. Third one is poor working conditions and the person responsible is personnel manager. Fifth one is idle time variance.
ഐഡിൽ ടൈം വേരിയൻസിൻ്റെ പോസിബിൾ കോസസും പേഴ്സൺ റെസ്പോൺസിബിളും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഇസ് പർച്ചേസ് ഓഫീസർ. Second one is breakdown of machinery and the person responsible is maintenance engineer. Third one is power failure and the person responsible is electrical engineer. Fourth one is time lost in getting instructions and the person responsible is production manager. Sixth variance is expenditure variance. Expenditure variance in possible causes and person responsible നോക്കാം. First one is rise in general price level. It is an uncontrollable cause. Second one is changes in production methods and the person responsible is production manager. Third one is ineffective control and the person responsible is departmental manager. Seventh one വോളിയം വേരിയൻസ് ആണ്. വോളിയം വേരിയൻസിൻ്റെ പോസിബിൾ കോസസും പേഴ്സൺ റെസ്പോൺസിബിളും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഇസ് സെയിൽസ് മാനേജർ. സെക്കൻഡ് വൺ ഇസ് ഇൻഎഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഇസ് ഡിപ്പാർട്ട്മെന്റൽ മാനേജർ. Third one is poor efficiency of machinery and the person responsible is maintenance engineer. Fourth one is poor efficiency of workers and the person responsible is foreman. Fifth one is more or less working days and it is an uncontrollable cause. Eighth one is sales price variance. Sales price variance in possible causes and person responsible നോക്കാം. First one is unexpected competition. It is an uncontrollable cause. Second one is rise in general price level. It is an uncontrollable cause. Third one is poor quality of products and the person responsible is production manager. Ninth one is sales volume variance. Sales volume variance in possible causes and person responsible നോക്കാം. First one is unexpected competition. It is an uncontrollable cause. Second one is ineffective sales promotion and the person responsible is publicity manager. Third one is ineffective supervision and control of salesman and the person responsible is sales manager. We will discuss the balance portion on variance analysis in the next lecture. Thank you.